നീലക്കുറുക്കൻ്റെ കഥ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. നീല ബക്കറ്റിൽ ചാടിയ കുറുക്കൻ അവസാനം കുറുക്കന്മാരുടെ ഇടയിൽ കാട്ടിൽ പോയി രാജാവാകുകയും പിന്നീട് മറ്റൊരു സന്ദർഭം വന്നപ്പോൾ അറിയാതെ കുറുക്കൻ്റെ സ്വഭാവം പുറത്തെടുക്കുകയും ഓരിയിടുകയും അങ്ങനെ എല്ലാവരും തിരിച്ചറിയുകയും വഷളാവുകയും ചെയ്ത ഒരു കഥ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. ഈ നീലക്കുറുക്കനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരിയിടുന്ന ചില ആളുകളെ നമ്മുടെ കേരളത്തിലെ മതരംഗത്ത് കാണാറുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് പുരോഗമനത്തിൻ്റെ മുഖമൂടികളൊക്കെ അണിഞ്ഞുകൊണ്ട്, കുറേ ആട്ടിൻതോലൊക്കെ അണിഞ്ഞുകൊണ്ട്, ഞങ്ങളങ്ങനെയൊന്നുമല്ല, ഞങ്ങളെ ഇസ്ലാം അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ചില ഇസ്ലാമിസ്റ്റ് മുഖമൂടികൾ. അവരുടെയും ഇടയിൽ നിന്ന് ഇതുപോലെ ചില സന്ദർഭത്തിൽ പരിസരം മറന്നുള്ള ഓരിയിടലുകൾ കേൾക്കാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചില മുഖങ്ങളാണ് അത്തരം നീലക്കുറുക്കന്മാരായി പലപ്പോഴും രംഗത്ത് വരാറുള്ളത്. ഞാൻ ഇന്ന് അത്തരത്തിലുള്ള ഒരു നീലക്കുറുക്കൻ്റെ ഓരിയിടലിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണ് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാനതിൻ്റെ ആളല്ല എന്ന് പറഞ്ഞ് സ്വയം ഒട്ടകപ്പക്ഷിയെപ്പോലെ മുഖം വീഴ്ത്തി നടക്കാറുള്ള ചില ബുദ്ധിജീവികൾ കേരളത്തിലുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു നമ്മുടെ മുഹമ്മദ് ഷമീം. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അദ്ദേഹവും തമ്മിൽ കോഴിക്കോട് വെച്ച് മതവും സംസ്കാരവും എന്ന വിഷയത്തിൽ ഒരു സംവാദമൊക്കെ നടക്കുകയുണ്ടായിട്ട്. അദ്ദേഹം പൊതുവേ ഒരു സൗമ്യനാണ്, പക്വമതിയാണ്, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളൊന്നും ഉണ്ടാവാറില്ല, പെരുമാറ്റത്തിലൊക്കെ വളരെ മാന്യത പുലർത്തി വരുന്ന ഒരാളാണ്. അതേസമയത്ത് ഇസ്ലാമിനെ വളരെ സമർത്ഥമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചില സൂത്രവിദ്യകളൊക്കെ പ്രയോഗിക്കുന്ന ആളാണ്. അതൊന്നും ഇസ്ലാമല്ല, അതൊന്നും എനിക്കറിയില്ല, ഞാനതിൻ്റെ ഒന്നും ആളല്ല, ജമാഅത്തെ ഇസ്ലാമി ഞാൻ കേട്ടിട്ട് പോലുമില്ല എന്നൊക്കെ പറയുന്ന ഒരുതരം തട്ടിപ്പ് പരിപാടികളൊക്കെയാണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ നടത്തി വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ ഞാനെപ്പോഴും ഉപമിക്കാറുള്ളത് 10 തലയുള്ള ഒരു വട്ടത്തിലുള്ള ആമയോടാണ്. ഒരു തല മാത്രമേ ഒരു സമയത്ത് പുറത്ത് കാണുള്ളൂ. ആവാസ വ്യവസ്ഥക്കനുസരിച്ച് ഏത് തലയാണോ പുറത്തിടേണ്ടത് ആ തല പുറത്തിടുകയും ബാക്കി തലകളെല്ലാം ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കുകയും ചെയ്യുന്ന ഒരു വിചിത്ര ജീവിയാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ പുരോഗമനത്തിൻ്റെ ആവാസ വ്യവസ്ഥ ഉള്ളയിടത്തൊക്കെ പോയിട്ട് നീട്ടാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പുരോഗമന തലയാണ് മുഹമ്മദ് ഷമീം പ്രതിനിധാനം ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക്, അവരുടെ ഗ്രൂപ്പുകൾക്കുള്ളത്. ഇദ്ദേഹം ഈ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ നന്നായിട്ടൊന്ന് ഓരിയിടുന്നത് കാണുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളൊക്കെ വായിക്കാറുണ്ട്, അതിനോടൊന്നും പ്രതികരിക്കാറില്ല. കാരണം ഒരു ഉദ്ദേശ്യശുദ്ധിയോടുകൂടി ഒരു സമുദായത്തെ സമാധാനത്തിലേക്കും പുരോഗതിയിലേക്കും നയിക്കുന്ന ഒരു പരിഷ്കർത്താവിൻ്റെ വേഷമൊക്കെ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത്തരം ആളുകളെ നമ്മൾ പരിഹസിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ പോവാറില്ല. സംവാദത്തിലും ഞാൻ അദ്ദേഹത്തോട് ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ കൈകാര്യം ചെയ്തത്. അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളോടൊന്നുമല്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹം വേറെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് ആ സംവാദവും പിരിഞ്ഞു പോയത്. എന്തായാലും ഇവിടെ ഞാൻ ഇദ്ദേഹത്തോട് പ്രതികരിക്കാനുണ്ടായ കാരണം ഈ പോസ്റ്റിലെ മുഖ്യ വിഷയം അല്ല. പോസ്റ്റിലെ മുഖ്യ വിഷയം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ എൻ്റെ ഇങ്ങനെ ഒരു പ്രതികരണത്തിന് മുഖ്യ ഹേതുവായത് ആ പോസ്റ്റിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒളിച്ചു കടത്തിയിട്ടുള്ള ഒരു വളരെ വൃത്തികെട്ട ഒരു സാധനമുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ കേരള സമൂഹത്തിൽ ഒരിക്കലും പുറത്തെടുക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ പുറത്തെടുക്കുമെന്ന് നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു വൃത്തികേട് ഈ പോസ്റ്റിൽ അദ്ദേഹം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോസ്റ്റിനെ വെച്ചുകൊണ്ട് അല്പം പ്രതികരിക്കണം എന്ന് തോന്നിയത്. ഇനി ഞാൻ എന്താണ് കാര്യം എന്ന് പറയാം. അദ്ദേഹം നമ്മുടെ ടോമി സെബാസ്റ്റ്യൻ്റെ ഒരു ട്രോൾ പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത്. ആ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പോസ്റ്റിൽ അല്പം ദൈർഘ്യക്കൂടുതൽ ഉണ്ടായത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ, ഒരു മഹത് വചനം അപ്പാടെ ഉദ്ധരിക്കേണ്ടി വന്നതുകൊണ്ടാണ്. ടോമി സെബാസ്റ്റ്യൻ എന്ന മഹാൻ്റെ എഴുത്ത് കണ്ട് സത്യമായും ഞാൻ വിജൃംഭിതനായി. ഇതിൻ്റെ വായന തന്നെ ഒരു പുണ്യപ്രവൃത്തിയാകയാൽ ഹൃദയം വിശാലമായി, കണ്ണുകൾക്ക് പ്രകാശം കൂടി, കാതുകൾ തുറന്നു, രോമകൂപങ്ങൾ വിറകൊണ്ടു, രോമങ്ങൾ അറ്റൻഷനായി എഴുന്നേറ്റ് നിന്നു. അതിവിടെ പങ്കുവെച്ചില്ലെങ്കിൽ മോശമല്ലേ? സത്യവിശ്വാസികളെ ആനന്ദിപ്പിൻ, വിജയം നിങ്ങളുടേതാവുന്നു. ഇങ്ങനെ ഒരു പരിഹാസത്തിലൂടെയാണ് അദ്ദേഹം ഈ പോസ്റ്റ് തുടങ്ങുന്നത്. ഇനി അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെയൊക്കെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഒരു പോസ്റ്റ് അയച്ചു കൊടുത്തിട്ട് ഇത് ശരിയാണോ, ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടി
അഭിപ്രായം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ടോമി സെബാസ്റ്റ്യൻ്റെ ഒരു ട്രോൾ പോസ്റ്റ് അദ്ദേഹം ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ട്രോൾ പോസ്റ്റിൻ്റെ കൂടെ കുറച്ച് അനുബന്ധങ്ങൾ ഈ അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത ആൾക്കാർ അവരേത് ഗ്രൂപ്പിലാണോ അത് പ്രചരിപ്പിക്കുന്നത് അവർ കൂട്ടിച്ചേർത്ത കുറച്ച് ഭാഗങ്ങൾ കൂടെ കൂടിയിട്ടാണ് ഇത് അയച്ചു കൊടുത്തിട്ടുള്ളത്. അതെല്ലാം അദ്ദേഹം ഈ പോസ്റ്റിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ടോമി സെബാസ്റ്റ്യൻ്റെ പോസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മളെല്ലാവരും വായിച്ച് കുറേ ചർച്ച ചെയ്തതാണ്. ടോമി സെബാസ്റ്റ്യൻ്റെ ആദ്യത്തെ പോസ്റ്റ് പല്ലിശാസ്ത്രമായിരുന്നു. അതൊരു ഉസ്താദ് ഏറ്റെടുത്ത് വയല് പറഞ്ഞ് ആകെ നാണം കെട്ടതും ചിരിച്ചതും നമ്മളൊക്കെ ഒരുപാട് ചിരിച്ചതുമാണ്. അത് കഴിഞ്ഞ് ടോമി സെബാസ്റ്റ്യൻ രണ്ടാമതൊരു പോസ്റ്റ് ഇദ്ദയുമായി ബന്ധപ്പെട്ട്, രണ്ടാമതാണോ അതിന് മുമ്പാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നമ്മുടെ ഷമ്മാസ് ജംഷീറിൻ്റെ ഇദ്ദ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ആ ഷോർട്ട് ഫിലിമിൻ്റെ പോസ്റ്റർ സഹിതം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടതായിരുന്നു. ഇദ്ദ വളരെ ശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ആ 4 മാസക്കാലം ഭാര്യയുടെ ശരീരത്തിൽ ഒരുപാട് പ്രത്യേകതരം ഹോർമോണുകൾ ഉണ്ടാവുമെന്നും ആ ഹോർമോണുകൾ കാരണം പുരുഷബീജം ഭർത്താവ് മരിച്ചപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന പുരുഷബീജം നശിക്കാതെ 4 മാസം വരെ അവിടെ കിടക്കുമെന്നും അത് ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോണൻ ഡോയൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്രോള്. എന്നിട്ട് അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞ കിതാബിനെ ഞാൻ അത്ഭുതമായിട്ട് കാണുന്നു എന്നൊക്കെ പറഞ്ഞാണ് ട്രോൾ ഇട്ടത്. അത് ചില ഉസ്താദന്മാരൊക്കെ ഏറ്റെടുത്തു കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ഇത് വ്യാപകമായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ കുടുംബ ഗ്രൂപ്പുകളിൽ വാട്സപ്പിലും മറ്റും ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. എനിക്ക് തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ എൻ്റെ ചില സുഹൃത്തുക്കളുണ്ട്, വളരെ നിഷ്കളങ്കരായിട്ട് ആ ജമാഅത്തെ ഇസ്ലാമിയിൽ വിശ്വസിക്കുന്ന, എൻ്റെ കൂടെ സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ടീച്ചർമാരുൾപ്പെടെയുള്ള ചില നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരിൽ ചിലർ എനിക്ക് ഈ പോസ്റ്റ് അവരുടെ കുടുംബ ഗ്രൂപ്പിൽ വന്നിട്ട് എന്നെ ഇസ്ലാമിൻ്റെ പോരിശ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നേരത്തെ പല്ലി പോസ്റ്റും അതുപോലെ എനിക്ക് അയച്ചു തന്നിരുന്നു. കാരണം ഞാനിതൊന്നും മനസ്സിലാക്കുന്നില്ല, ഞാനൊരു പൊട്ടനാണ്, നമ്മളൊന്നും അറിയാത്ത എത്രയോ ശാസ്ത്രം ഇതിലൊക്കെ ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ നമ്മളുണ്ടാക്കി വിട്ട ട്രോൾ പോസ്റ്റുകൾ നമുക്ക് ഫോർവേഡ് ചെയ്യുന്നത്. അങ്ങനെ എനിക്കും ഫോർവേഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ടോമി സെബാസ്റ്റ്യൻ്റെ ഈ 2 പോസ്റ്റും. അപ്പോൾ ഇദ്ദേഹത്തെ ശാസ്ത്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ടോമി സെബാസ്റ്റ്യൻ ഉണ്ടാക്കിയ ട്രോൾ പോസ്റ്റാണ് ഇവിടെ ഷമീമിന് ആരോ അയച്ചു കൊടുത്തിട്ട്, ഷമീമിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമി കുടുംബ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഷമീമിന് അയച്ചു കൊടുത്തതായിരിക്കാം. അത് കിട്ടിയപ്പോൾ ഷമീം വല്ലാതെ രോഷം കൊണ്ടുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റാണിത്. ടോമി സെബാസ്റ്റ്യൻ്റെ പോസ്റ്റ് അദ്ദേഹത്തിന് കിട്ടിയത് ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിനി വായിക്കാൻ പോകുന്നത്. ഉള്ളത് പറയാലോ, ഒരാൾ എനിക്കിത് അയച്ചു തന്നിട്ട് ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ പുതു നാസ്തിക ഫാക്ടറിയിൽ നിന്ന് ഇങ്ങനെ ചിലതൊക്കെ വരുന്നുണ്ട് എന്ന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞെങ്കിലും പിന്നെയാണ് ഞാൻ ഇതിൽ പറഞ്ഞ ഗവേഷണ വിവരങ്ങൾ ശ്രദ്ധിച്ചത്. കോണൻ ഡോയൽ യൂണിവേഴ്സിറ്റി, ഡോക്ടർ വാട്സൺ. അപ്പോൾ സംഗതി ആധികാരികമാണല്ലോ, അതുകൊണ്ട് ഞാനിത് വിശ്വസിച്ചു സെബാസ്റ്റ്യ, വിശ്വസിച്ചു, സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയാണ്. അപ്പോൾ സെബാസ്റ്റ്യൻ ഇത് ആളുകളെ വിശ്വസിപ്പിക്കാൻ എഴുതിയതാണോ അതല്ല മണ്ടന്മാരായ വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി എഴുതിയതാണോ എന്ന കാര്യത്തിൽ പോലും ഇദ്ദേഹത്തിന് വലിയ ഉറപ്പില്ല എന്ന് തോന്നും ഈ വായിച്ചത് കേട്ട് കഴിഞ്ഞാൽ. ഇനി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാണ് പോസ്റ്റിൽ. അങ്ങേയറ്റം വൃത്തികെട്ടതും നല്ലതൊന്നും പുറത്തേക്ക് വരാത്തതുമായ ഒരു മനസ്സിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതിനു മുമ്പും ഇതുപോലുള്ള ചില അഭ്യാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ നാം കണ്ടിട്ടുണ്ട്. ചില പാവം മൗലവിമാർ അതൊക്കെ ഏറ്റുപിടിച്ച് വയല് പറഞ്ഞ് പരിഹാസ്യരാവുന്നത് കണ്ട് ഞാനും ചിരിച്ചു പോയിട്ടുണ്ട്. മറുപുറം ചിന്തിക്കൂ, ഏതൊരു സമൂഹത്തിലും ഉണ്ടാകും അജ്ഞരായ ഒരുപാട് ആളുകൾ. പിന്നെ എല്ലാ വിഷയത്തിലും ധാരണയുള്ള ഒരാൾ പോലും ഒരു കൂട്ടത്തിലും ഉണ്ടാവുകയുമില്ലതാനും. സർ ആർതർ കോണൻ ഡോയലിനെയോ ഷെർലക് ഹോംസിനെയോ ഡോക്ടർ വാട്സൺ വാട്ടിനെയോ കേട്ടിട്ട് പോലും ഇല്ലാത്തവരാകും മതപണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും. അത് മൗലവിമാർ മാത്രമല്ല, പാതിരിമാരും പൂജാരിമാരും ഒക്കെ അതിൽ വരും. ഇനി നാസ്തിക മഹാചിന്തകന്മാരിൽ തന്നെ എത്ര പേർ ഷെർലക് ഹോംസിനെ വായിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ചതി അറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിയാർ ഇതിൽ കയറി കൊത്തും. പിന്നെ കാണാം പരിഹാസങ്ങളും വാർപ്പുവിളികളും. അന്തസ്സുള്ള ഒരു രീതിയേ അല്ല ഇത്. ഇതൊക്കെ എന്തോ കാര്യമാണെന്ന് കരുതുന്ന ശുംഭേശ്വരന്മാരായി നാസ്തികർ തരം താഴ്ന്നു പോകരുത്. ഗൗരവത്തിൽ നിങ്ങളുമായി സംവദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. മാരകമായ വയലൻസാണിത്. ബോംബ് പൊട്ടിക്കുന്നത് മാത്രമല്ല വയലൻസ്. ഇനിയാണ് മാസ്റ്റർ പീസ്. ഞാൻ പ്രതികരിക്കാൻ കാരണമായ വൃത്തികെട്ട സാധനം പുറത്തേക്ക് വന്നു എന്ന് ഞാൻ പറഞ്ഞത് അടുത്ത ഖണ്ഡികയിലാണുള്ളത്, അതുകൂടി കേൾക്കുക. സൽമാൻ റുഷ്ദിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് വയലൻസാണ്.
റാഡിക്കലൈസേഷനിൽ നിന്നുണ്ടാകുന്ന മനുഷ്യവിരുദ്ധ വയലൻസ് തീർത്തും അപലപനീയം. ഓക്കെ, ഇനിയാണ് പക്ഷേ കഴിഞ്ഞിട്ട് പറയുന്ന സാധനം. മറുഭാഗത്ത് ഗണികാലയത്തിലെ അഭിസാരികകളായി വിശ്വാസികളുടെ മാതാക്കളെ അവതരിപ്പിക്കുന്ന റുഷ്ദിയുടെ സാത്താനിക് സ്വപ്നലോകവും വയലൻസാണ്. തൻ്റെ ഉള്ളിലുള്ള ക്രൂരതയും അവജ്ഞതയും സാഹിത്യത്തിൻ്റെ മധുരം പുരട്ടി ഛർദ്ദിക്കാനുള്ള ശ്രമം. ആളുകളെ കുഴിയിൽ ചാടിച്ച് പൊട്ടിച്ചിരിക്കുന്നതും നിരപരാധികളോ അപരാധികളോ ആയ മനുഷ്യരുടെ കഴുത്തിൽ പിച്ചാത്തി കയറ്റുന്നതും വയലൻസ് തന്നെ. ആശയങ്ങളുടെയും അറിവിൻ്റെയും സമ്പാദ്യമില്ലാത്തവരാണ് വയലൻ്റ് ആവുക. അവിടെ സംവാദങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ലല്ലോ. ഇവിടെയാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാക്ഷാൽ മൗദൂദി ജിഹാദിയെ കാണുന്നത്, നീലക്കുറുക്കൻ്റെ ഊരിയിടൽ ഞാൻ കേൾക്കുന്നത്. എപ്പോഴാണ് ഇദ്ദേഹം സൽമാൻ റുഷ്ദി പുസ്തകം എഴുതിയത് വയലൻസാണ് എന്ന വൃത്തികെട്ട അഭിപ്രായം പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഛർദ്ദിച്ചിരിക്കുന്നത്? സൽമാൻ റുഷ്ദി എന്ന് പറയുന്ന ആ മനുഷ്യൻ, 75 വയസ്സുള്ള ആ മനുഷ്യൻ, ചങ്ക് പിളർന്ന് കരള് പിളർന്ന് ഒരു കണ്ണ് നഷ്ടപ്പെട്ട് ഒരു കൈ നഷ്ടപ്പെട്ട് ജീവനുമായി മല്ലിട്ടുകൊണ്ട് ആശുപത്രിയിൽ വെന്റിലേറ്റർ കിടക്കുന്ന ഈ സമയത്താണ് അദ്ദേഹം ഈ വൃത്തികെട്ട വയലൻസ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത്. ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, സൽമാൻ റുഷ്ദിയുടെ പുസ്തകം വായിച്ചിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നിയെങ്കിൽ അദ്ദേഹത്തിന് ആ പുസ്തകം വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ല, അല്ലെങ്കിൽ അദ്ദേഹം ആ പുസ്തകം വായിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്കോ അതിൻ്റെ ആശയങ്ങളിലേക്കോ ഒന്നുമല്ല ഇപ്പോൾ പോകുന്നത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഈ ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ച് ആസ്വദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഈ ലോകത്തുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളണം എന്നുള്ള യാതൊരു നിയമം ഇവിടെ ഒരു പുസ്തകം എഴുത്തുകാർക്കും ഇല്ല, ആർക്കുമില്ല, നമുക്കാർക്കും ഇല്ല. എനിക്കിഷ്ടമില്ലാത്ത ഒരുപാട് പുസ്തകങ്ങൾ ഈ ലോകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും വെറുപ്പ് തോന്നിയ പുസ്തകം ഞാൻ എന്നും വായിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകമാണ്. ഇതിലുള്ള അത്ര വയലൻസ് ലോകത്ത് വേറെ ഒരു പുസ്തകത്തിലുമില്ല. അത് ഞാൻ ആരുടെ മുമ്പിലും തെളിയിക്കാൻ പറ്റും. ആയിരക്കണക്കിന് വയലൻസാണ് അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. എന്നെപ്പോലുള്ള മനുഷ്യരുടെയൊക്കെ മുഖത്ത് നോക്കി നമ്മളെ തെറി വിളിക്കുന്ന, ചീത്ത വിളിക്കുന്ന, അസഭ്യം പറയുന്ന 100 കണക്കിന് വാക്യങ്ങൾ അതിനകത്തുണ്ട് എന്ന് മാത്രമല്ല, നമ്മളെയൊക്കെ വെട്ടി അരിയണം, കൊല്ലണം എന്ന് പറയുന്ന വാക്യങ്ങൾ വരെ അതിനകത്തുണ്ട്. ഞാൻ ഭയം ഇട്ടുകൊടുക്കും, ഒരു ദൈവത്തിൻ്റെ പുസ്തകമാണെന്ന് പറയും, ഞാൻ അവരുടെ മനസ്സിൽ ഭയം ഇട്ടുകൊടുക്കും, നിങ്ങൾ ആ തഞ്ചം നോക്കി അവരുടെ കഴുത്തിന് വെട്ടിക്കോ എന്ന് പറയുന്ന വാക്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുപോലുള്ള വാക്യങ്ങൾ, കൊല്ലു, വെട്ടു, കയ്യും കാലും കൊത്തിമുറിക്കൂ, കയ്യും കാലും എതിർദിശയിൽ നിന്ന് മുറിക്കൂ തുടങ്ങിയിട്ടുള്ള വയലൻസിൻ്റെ, പച്ചയായ വയലൻസിൻ്റെ നേർ സാക്ഷ്യങ്ങളായിട്ടുള്ള വാക്യങ്ങൾ ഈ പുസ്തകം നിറയുണ്ട്. ഈ പുസ്തകത്തിൽ പറയുന്ന കെട്ടുകഥകൾ വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത, അല്ലെങ്കിൽ അതിന് തെളിവെന്ത് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, യുക്തിപരമായി അതിനെ ചോദ്യം ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകളെ മുഴുവൻ നാക്ക് നീട്ടിയ നായ, നിന്ദ്യരായ കഴുത, മറ്റ് നാക്കാലികൾ, നികൃഷ്ടജീവികൾ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടർ, നിന്ദ്യന്മാരായ കുരങ്ങന്മാർ എന്നൊക്കെ തുടങ്ങുന്ന നിരവധി തെറിവാക്കുകൾ, പോരാത്തതിന് തന്തയില്ലാത്തവൻ എന്ന് വരെ വിളിക്കുന്ന തെറിവാക്കുകൾ ഈ പുസ്തകത്തിലുണ്ട്. ഇത്രയും വൃത്തികെട്ട വയലൻസ് ഉള്ള ഒരു പുസ്തകം ലോകത്ത് വേറെ ആരും ഇറക്കിയിട്ടില്ല. ഈ പുസ്തകം താങ്ങിക്കൊണ്ട് നടക്കുകയും ഈ പുസ്തകം മഹത്തരമാണ് എന്ന് പ്രസംഗിച്ച് നടക്കുകയും ഈ പുസ്തകത്തെ സംരക്ഷിക്കാൻ വേണ്ടി ലോകമെമ്പാടും മനുഷ്യൻ്റെ കഴുത്ത് വെട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ അത്തരത്തിലുള്ളൊരു സംഭവം നടന്ന സന്ദർഭത്തിലാണ് ഇദ്ദേഹം ഇതിവിടെ എഴുതി വച്ചിട്ടുള്ളത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഈ പുസ്തകത്തിൻ്റെ പേരിൽ കഴുത്ത് വെട്ടാൻ പോയവൻ ഈ പുസ്തകം വായിച്ചോ? ഈ പുസ്തകത്തിൻ്റെ പേരിൽ ലോകത്ത് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലടക്കം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ കൊല്ലാൻ വേണ്ടി കത്തിയും വാളും എടുത്ത് ഇറങ്ങിയവരാരെങ്കിലും ഈ പുസ്തകത്തിൻ്റെ പുറംചട്ടയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പുസ്തകത്തിൻ്റെ പേരിൽ പാകിസ്ഥാനിലും ഇന്ത്യയിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ലോകത്തിൻ്റെ നാനാഭാഗത്തും 10,000-കണക്കിന് ആളുകൾ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ ബാനർ പിടിച്ചുകൊണ്ടാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ബാനർ പിടിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ കൊല്ലണം എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് തെരുവിൽ അഴിഞ്ഞാടിയിട്ടുണ്ട്. ആ തെരുവിൽ അഴിഞ്ഞാടിയ ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജിഹാദി ഇസ്ലാമിസ്റ്റോ ഈ പുസ്തകം കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ കാണാതെ വായിക്കാതെ ഒരു പുസ്തകത്തിൻ്റെ പേരിൽ കൊലവിളി ഉയർത്തുകയും കലാപമുണ്ടാക്കുകയും ചെയ്യുന്നതിൽ പരം എന്ത് വയലൻസാണ് ഒരാളൊരു പുസ്തകം എഴുതുന്നതിലൂടെ ഉള്ളത്? ആ പുസ്തകം എല്ലാവരും വായിക്കണമെന്ന നിർബന്ധം അയാൾക്കില്ല. ആരുടെയും വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ പുസ്തകം ആരുടെയും അണ്ണാക്കിൽ ഇടിച്ചു കയറ്റുന്നില്ല.
പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് പുസ്തകം വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ലഭ്യമാകുന്നിടത്ത് പോയിട്ട് ആസ്വദിക്കാം. അത് വായിച്ചിട്ട് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് അത് വായിക്കാതിരിക്കാം. ഒരു 4 പേജ് വായിച്ചു, തനിക്കിത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിവെക്കാം. നമ്മളൊക്കെ അങ്ങനെയാണ്. ഒരു പുസ്തകം വായിച്ചു തുടങ്ങി എനിക്കത് വായിക്കുമ്പോൾ ഇഷ്ടമില്ലാന്ന് തോന്നി ഞാനത് മാറ്റി വെച്ചിട്ട് വേറെ പുസ്തകം എടുത്ത് വായിക്കും. അങ്ങനെ വായിക്കാൻ മാത്രമല്ല, വായിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. വലിയൊരു പുസ്തകമാണ്, ആ പുസ്തകം ഇങ്ങനെ വായിച്ചിട്ട് അവസാനം വരെ മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം ഇരുന്ന് വായിച്ചിട്ട് അതിലുള്ള ഏതെങ്കിലും ഒരു വഴി കണ്ട് വികാരം വ്രണപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ അസംബന്ധമാണ്. അങ്ങനെയൊന്നും ഒരാൾക്കും ലോകത്തെവിടെയും ഒരു വികാരം ഉണ്ടാവില്ല. അങ്ങനെ വികാരമുള്ള ആളുകൾക്കൊന്നും ഈ പുസ്തകമൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ പുസ്തകത്തിനകത്ത് വയലൻസ് ഉണ്ട് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. മുഹമ്മദ് ഷമീമെ, ഇത്തരത്തിലുള്ള വൃത്തികേടുകളൊക്കെയാണ് താങ്കളെപ്പോലുള്ള ആളുകളുടെ മനസ്സിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ സന്ദർഭം നോക്കാതെ പുറത്തു വരുന്നതെങ്കിൽ, സന്ദർഭം നോക്കാതെയല്ല സന്ദർഭം നോക്കിയാണ് ഇത് പുറത്തു വിട്ടിട്ടുള്ളത്. കാരണം സൽമാൻ റുഷ്ദി ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ ലോകമെമ്പാടും മനുഷ്യർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടും സമാധാനത്തിന് വേണ്ടിയിട്ടും ഒക്കെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ മനുഷ്യനെ കുറ്റവാളിയാക്കിക്കൊണ്ട്, വാദിയെ പ്രതിയാക്കിക്കൊണ്ട് കുറ്റവാളിയെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇനി ഞാൻ ഇദ്ദേഹത്തിൻ്റെ മറ്റു വിഷയങ്ങളിലേക്ക് വരാം. ഇവിടെ ടോമി സെബാസ്റ്റ്യൻ ഒരു ട്രോൾ ഇറക്കിയതിനെയാണ് അദ്ദേഹം വയലൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് താഴെ നമ്മുടെ ഒരു സുഹൃത്ത് എഴുതിയിട്ടുള്ള ഒരു കമൻറ്റും ആ കമൻറ്റിന് ഇദ്ദേഹം നൽകിയൊരു മറുപടിയുമാണ് ഈ കാണുന്നത്. അതുകൂടെ വായിച്ചുകൾ. ഇത് തുടങ്ങി വെച്ചത് സിന്ദാനി പ്രോജക്റ്റുകാരാണ്. ഖുർആൻ ചരിത്രഭൂമികളിലൂടെ എന്ന വീഡിയോ മുതൽ അക്ബർ സാഹിബിൻ്റെ ആഴക്കടൽ ഇരുട്ട് വരെ വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ അതിലെ വസ്തുതകളെ വിലയിരുത്തേണ്ടതില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് ഇതെല്ലാം. നിഷ്കളങ്കരായ വിശ്വാസികളുടെ വിശ്വാസം മുതലെടുത്ത് സ്വാർത്ഥ ലാഭത്തിന് ശ്രമിക്കുന്നവർക്ക് ഇത്തരം സർക്കാസങ്ങൾ പാഠമാവേണ്ടതാണ്. ടോമി സെബാസ്റ്റ്യനും മോറിസ് ബുക്കായും ഷെയ്ഖ് മടവൂരയായികളും വ്യത്യസ്തരല്ല. ആ കമൻറ്റിന് മറുപടിയായിട്ട് ഷമീം അതിനകത്ത് എഴുതിയിരിക്കുന്നത് എനിക്കിത്തരം പ്രോജക്റ്റുകളിലൊന്നും താല്പര്യമില്ല, വിശ്വാസവുമില്ല എന്നാണ്. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഷമീം ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഷമീം ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് അടുത്ത കാലത്ത് കേരളത്തിലേക്ക് ഇറങ്ങി വന്ന ഒരാളാണെന്ന്. അദ്ദേഹം ഇവിടെ ഒന്നല്ല, ഈ ലോകത്തൊന്നല്ല ജീവിക്കുന്നത് എന്നാണ്. അദ്ദേഹം ഒരു പുതിയ ഇസ്ലാമും കൊണ്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ആരും കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത പുതിയ ഒരു പെയിൻ്റ് അടിച്ച, അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് എന്തൊക്കെയോ ഇസ്ലാമിനെ എവിടെയൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ട് വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഒരു അത്തർ കച്ചവടത്തിന് ഇറങ്ങിയ ആളാണ് മുഹമ്മദ് ഷമീം. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഇതൊക്കെ കണ്ടിട്ടും അറിഞ്ഞിട്ടും ഇതിലൊക്കെ താല്പര്യമില്ലാതെ അങ്ങനെ ഞാൻ മുഖം തിരിച്ചിരിക്കുകയായിരുന്നു എന്ന്. അങ്ങനെ മുഖം തിരിച്ചിരിക്കുകയാണോ വേണ്ടത്? അതല്ല, അത്തരം തട്ടിപ്പുകളും ഒരു മതത്തിൻ്റെ പേരിൽ അത്തരത്തിലുള്ള കച്ചവടങ്ങളും നടക്കുമ്പോൾ, വിശ്വാസികളായ പാവങ്ങളെ നുണ പറഞ്ഞ് പറ്റിക്കുമ്പോൾ, കബളിപ്പിക്കുമ്പോൾ, അത് വലിയൊരു കച്ചവടമാക്കി കുറേ ആളുകൾ ഇവിടെ വയറ് വീർപ്പിക്കുമ്പോൾ, ലക്ഷങ്ങൾ സമ്പാദിക്കുമ്പോൾ, അതൊരു വലിയ ബിസിനസ്സായിട്ട് ഈ കേരളത്തിൽ കൊണ്ടാടുമ്പോൾ, അത് ആ ബിസിനസ്സിൽ പങ്കുചേർന്നുകൊണ്ട് താൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം, അത് ആ പ്രസ്ഥാനമൊന്നും അദ്ദേഹം ഏറ്റെടുക്കില്ല കേട്ടോ. അദ്ദേഹത്തോട് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചോ മൗദൂദിയെക്കുറിച്ചോ അല്ലെങ്കിൽ സോളിഡാരിറ്റിയെക്കുറിച്ചോ അല്ലെങ്കിൽ കേരള ഇസ്ലാമിക് മിഷനെ കുറിച്ചൊക്കെ ചോദിച്ചാൽ അദ്ദേഹത്തിന് യാതൊരു പിടിപാടും ഉണ്ടാവില്ല. ഈ കച്ചവടം കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനങ്ങളിൽ, പ്രസ്ഥാനങ്ങളിൽ ഈ പറയുന്നവരൊക്കെ ഉണ്ട്. നിച്ച് ഓഫ് ട്രൂത്ത് എന്ന പേരിലും കേരള ഇസ്ലാമിക് മിഷൻ അഥവാ കിം എന്ന പേരിലും ഇവിടെ ഈ സിന്ദാനി പ്രോജക്റ്റ് അടക്കം ഏറ്റെടുത്തുകൊണ്ട് ഈ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയും അതിലൂടെ മതം പ്രചരിപ്പിക്കുക മാത്രമല്ല, പാവപ്പെട്ട നിഷ്കളങ്കരായ അന്യമതക്കാരായിട്ടുള്ള അന്യസമുദായക്കാരായിട്ടുള്ള ആളുകളെ ഈ കള്ളത്തരങ്ങൾ പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ട് അവരെ മാർക്കം കൂട്ടി അതിൻ്റെ കമ്മീഷൻ പറ്റിക്കൊണ്ടും ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന കച്ചവടക്കാരായിരുന്നു ഇവർ. ഈ കേരള ഇസ്ലാമിക് മിഷൻ, ഷമീം കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു സ്ഥാപനത്തെക്കുറിച്ചും സംഘടനയെക്കുറിച്ചും. കാരണം അദ്ദേഹം അന്യഗ്രഹത്തിൽ നിന്ന് വരുന്ന ആളാണ്. ആ സ്ഥാപനം നടത്തിയിരുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. ഷമീം അങ്ങനെ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചും കേട്ടിട്ടുണ്ടാവില്ല. കാരണം അദ്ദേഹം വേറെ ഒരു ഗ്രഹത്തിൽ നിന്ന് വരുന്ന ആളാണ്. മൗദൂദിയെക്കുറിച്ച് അദ്ദേഹം കേട്ടിട്ടേ ഇല്ല. പക്ഷേ അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെയും എൻ്റെയും നമ്മുടെയൊക്കെ മൂക്കിൻ്റെ താഴെ കഴിഞ്ഞ നൂറ്റാണ്ട് കാലമായി ഈ മൈലെണ്ണ കച്ചവടം നടക്കുന്നുണ്ട്. ആ മൈലെണ്ണ കച്ചവടത്തിലൂടെ
ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചവരുടെ കൂട്ടത്തിൽ ഈ രണ്ട് കൂട്ടരും ഉണ്ട്. മുജാഹിദുകൾ മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിക്കാരും ഉണ്ട്. നിച്ച് ഓഫ് ട്രൂത്ത് മാത്രമല്ല, കിമ്മുകാരുണ്ട്. അതിനകത്ത് എം അക്ബർ മാത്രമല്ല, ഇവരുടെ ആൾക്കാരും ഉണ്ട്. സിന്ധാനി പ്രോജക്റ്റിൻ്റെ ഓരോ പ്രോഡക്റ്റും കേരളത്തിലേക്ക് ലോകത്ത് വേറെ എവിടെ എത്തുന്നതിന് മുമ്പ് എത്തിച്ച് അതിവിടെ കച്ചവടം ചെയ്യുന്നതിൽ മുഖ്യ കച്ചവടക്കാരായിരുന്ന പ്രൊഫസർ കമാൽ പാഷയെ പോലുള്ള ആളുകൾ രണ്ട് തോണിയിലും കാലിടുന്നവരാണ്. ജമായത്തിൻ്റെ തോണിയിലും ഉണ്ടായിരുന്നു, മുജാഹിദിൻ്റെ തോണിയിലും ഉണ്ടായിരുന്നു. ഇവിടെ സാജിൽ ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ച ആ CD-യും കാസറ്റും ഒക്കെ ആദ്യം ഇറക്കിയ ആൾക്കാർ, ഉണക്ക ഫറുവാവിനെയൊക്കെ കച്ചവടം ചെയ്ത ആൾക്കാർ ഇവരായിരുന്നു. 100 കണക്കിന് ആളുകളെ ഈ നുണകൾ പറഞ്ഞ് കബളിപ്പിച്ച് മതം മാറ്റി എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. മതം മാറ്റുക മാത്രമല്ല, ആ മതം മാറ്റിയതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുത്തിട്ട് സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിൽ നിന്നുമൊക്കെ ലക്ഷക്കണക്കിന് രൂപ ഇവർ സമ്പാദിച്ചിട്ടുണ്ട്. ആ സമ്പാദ്യം കുറേ സ്വന്തം ആവശ്യത്തിനെടുത്ത് കുറേ പള്ളി ഉണ്ടാക്കാൻ ഉപയോഗിച്ച് ബാക്കിയുള്ളത് തീവ്രവാദ പ്രവർത്തനത്തിനും ഈ പറയുന്ന ഇതുപോലുള്ള പ്രചാരണത്തിനും അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൊക്കെ പങ്കു ചേർന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ വ്യാപകമായി പ്രചരിപ്പിച്ചതിൻ്റെ എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണം. കുറേ ഞാൻ അന്ന് സംവാദത്തിൽ അവിടെ വെച്ച് പറഞ്ഞതാണ്. എൻ്റെ ഓർമ്മയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 10-40 വർഷങ്ങൾക്ക് മുമ്പാണ്, മനുഷ്യൻ ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയ ആ ഒരു ശാസ്ത്ര നേട്ടം നമ്മളൊക്കെ വലിയ കാര്യമായിട്ട് ആഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആദ്യം ഇവിടെ ചന്ദ്രിക പോലുള്ള പത്രങ്ങൾ, ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളുടെ മാധ്യമങ്ങൾ, ഇവിടുത്തെ ഇസ്ലാമിക മാധ്യമങ്ങളിൽ എഴുതി പിടിപ്പിച്ചത് അത് നുണയാണ്, ചന്ദ്രനിൽ മനുഷ്യൻ പോയിട്ടില്ല, അതെന്തോ കള്ള ഫോട്ടോ എടുത്തിട്ട് പ്രചരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഫ്രണ്ട് പേജിൽ റിപ്പോർട്ടുകൾ എഴുതി പ്രചരിപ്പിച്ചിരുന്നു ഒരു ഭാഗത്ത്. എന്നിട്ട് പിന്നെ അത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഇനി അഥവാ ആരെങ്കിലും ചന്ദ്രനിൽ പോയത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേറൊരു നട്ടാൽ മുളയ്ക്കാത്ത നുണ. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ, പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിലും മഞ്ചേരി ബസ് സ്റ്റാൻഡിലൊക്കെ പടുകൂറ്റൻ പരസ്യപ്പലക, ബഹുവർണ്ണ ചിത്രത്തിലുള്ള നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങി നിൽക്കുന്ന ഫോട്ടോ സഹിതം വളരെ വലിയ പരസ്യപ്പലകകൾ വർഷങ്ങളോളം സ്ഥാപിച്ചു നിർത്തിയിരുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്തായിരുന്നു അതിൻ്റെ വാചകം? നീൽ ആംസ്ട്രോങ് അവിടെ കേട്ടത് എന്ന് പറഞ്ഞിട്ട് ബാങ്കിൻ്റെ വാചകങ്ങൾ എഴുതി വെച്ചു. ചന്ദ്രനിൽ പോയി ഇറങ്ങിയപ്പോൾ നീൽ ആംസ്ട്രോങ് അവിടെ ബാങ്ക് വിളി കേട്ടു. എന്നിട്ട് ചന്ദ്രനിൽ നിന്ന് വെച്ച് തന്നെ അദ്ദേഹം അറ്റം മുറിച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന രീതിയിൽ പച്ച കള്ളം ഇവിടെ പ്രചരിപ്പിച്ചു വരും. വലിയ വലിയ പരസ്യ പലകകൾ വെച്ച് പ്രചരിപ്പിച്ചു, ലേഖനങ്ങൾ എഴുതി പ്രചരിപ്പിച്ചു, വയലു പറഞ്ഞ് പ്രചരിപ്പിച്ചു, നാടാകെ ഈ നുണ പ്രചരിപ്പിച്ചു. നമ്മളൊക്കെ എന്താണ് ഇത്, നമുക്കതിൻ്റെ ഒന്നും സത്യാവസ്ഥയൊന്നും അറിയാൻ ആ കാലത്ത് യാതൊരു നിവൃത്തിയില്ല. കാരണം നമുക്കൊന്നും കയ്യെത്തുന്ന ദൂരത്തായിരുന്നില്ല അന്ന് നീൽ ആംസ്ട്രോങ്ങും അമേരിക്കയൊന്നും. അതുകൊണ്ട് നമുക്ക് അവരെയൊന്നും ബന്ധപ്പെട്ടിട്ട് ഇത് എന്താണ് ശരി എന്ന് അന്വേഷിക്കാനുള്ള യാതൊരു സാധ്യത പോലും ഇല്ലാത്ത കാലത്ത് നമ്മളൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കും, ഇത്തരം നുണകളിലൂടെ പ്രചരിപ്പിക്കും. പിന്നീട് ഈജിപ്തിലെ മ്യൂസിയത്തിൽ ഫറോവയുടെ, ഉണക്ക ഫറോവയുടെ ചിത്രം കാണിച്ചുകൊണ്ട്, വീഡിയോ കാണിച്ചുകൊണ്ട്, ഇതോ ഭയങ്കര ദൃഷ്ടാന്തം, ഇതിലപ്പുറം ഇനിയൊരു തെളിവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. അതൊക്കെ കള്ളമാണ് എന്നിപ്പോൾ അവർ തന്നെ വിളിച്ചു പറയാൻ തുടങ്ങി. പച്ചക്കള്ളമായിരുന്നു എന്ന് അവർ തന്നെ വിളിച്ചു പറയാൻ തുടങ്ങി, തെളിവുകൾ സഹിതം. ഒരുപാട് കണക്കിൻ്റെ അത്ഭുതം പറഞ്ഞുകൊണ്ട് ഖുർആനിൽ 6666 ആയത്തുകളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇന്നും കേരളത്തിലെ മുസ്ലിങ്ങളിൽ 90%. അത് എണ്ണി നോക്കിയിട്ട് അത്ര ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോഴാണ് ഈ വലിയ വലിയ മതം പണ്ഡിതന്മാർ വരെ ഖുർആൻ എടുത്തിട്ട് ആയത്ത് എണ്ണി നോക്കിയത്. എനിക്ക് അനുഭവമുണ്ട്. അതുപോലെ 19ൻ്റെ അത്ഭുതങ്ങളാണെന്നും പറഞ്ഞിട്ട് ഈ കമാൽ പാഷയും കൂട്ടരും ഇവിടെ ഈ കള്ളപ്രചരണം നടത്തി. അത് കണക്ക് കൂട്ടി മാസങ്ങളോളം ഇരുന്ന് കണക്ക് കൂട്ടിയിട്ട് അത് മുഴുവൻ നുണയാണ് എന്ന് തെളിയിച്ചിട്ട് നമ്മളവരോട് പറഞ്ഞപ്പോൾ ഒരു കൂസലുമില്ലാതെ, ഒരു മനസാക്ഷി കുത്തുമില്ലാതെ പിന്നെയും ആ കള്ളപ്രചരണം തുടരുകയാണ് ചെയ്തത്. അതുപോലെ 10,000-കണക്കിന് ആളുകളെ റമദാൻ പ്രഭാഷണം എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചു വരുത്തി അബ്ദുസമദ് സമദാനിയെ പോലുള്ള ആളുകൾ വയലു പറഞ്ഞിരുന്നത് ഇതുപോലുള്ള സിന്ധാനി പ്രോജക്റ്റിൻ്റെ ഉൽപ്പന്നങ്ങളായ പച്ച കള്ളങ്ങളായിരുന്നു. ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്തരീക്ഷ വായുവിന് ശാസ്ത്ര പഠനത്തിൻ്റെ ആവശ്യത്തിന് 4-5 പാളികളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് എവിടുന്നോ ഒരു വിവരം കിട്ടിയപ്പോഴേക്ക് അതിൻ്റെ ചിത്രവും കൊണ്ട് വന്ന് ഇതാ ഞങ്ങളെ ഖുർആനിൽ പറഞ്ഞ 7 ആകാശം എന്നും പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചു ഈ അബ്ദുസമദ് സമദാനി അതുപോലെയുള്ള ആളുകൾ. ഈ പറയുന്ന കമാൽ പാഷ, ജമാഅത്തെ ഇസ്ലാമിൻ്റെ നേതാക്കന്മാർ, മുജാഹിദിൻ്റെ നേതാക്കന്മാർ, ഇവരെല്ലാം പ്രചരിപ്പിക്കും. അങ്ങനെയുള്ള നുണകൾ പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഇത് ഈ ഖുർആൻ വെച്ച് തന്നെ പൊളിച്ച്
കൈ കൊടുക്കാവുന്ന ഒരു കാര്യമാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാവുന്ന നമ്മൾ നിങ്ങൾ ഈ പറയുന്ന മണ്ടത്തരം വെറുതെ അള്ളാഹുവിനെ പൊട്ടനാക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ പറയുന്ന ട്രോപ്പോസ്ഫിയർ വെറും 12 കിലോമീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന അന്തരീക്ഷ വായുവാണ്, ട്രോപ്പോസ്ഫിയറാണ് ഒന്നാം ആകാശമെങ്കിൽ ഖുർആനിൽ പറയുന്നത് അന്തരീക്ഷ വായുവിൻ്റെ ഈ 12 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ നക്ഷത്രങ്ങളും പറ്റിച്ചു വെച്ചിട്ടുള്ളത് എന്നാണ്. ഒന്നാം ആകാശത്താണ് നക്ഷത്രങ്ങൾ പറ്റിച്ചു വെച്ചിട്ടുള്ളതെന്ന് ഖുർആനിലുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, ഈ 12 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണോ ലോകത്ത് പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങൾ മുഴുവൻ പറ്റിച്ചു വെച്ചിട്ടുള്ളത്? നിങ്ങൾ ഈ പറയുന്ന പൊട്ടത്തരം നിങ്ങളുടെ അള്ളാഹുവിനെ വീണ്ടും മണ്ടനാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ആ അന്തരീക്ഷ വായുവിൻ്റെ പാളികൾ വെച്ചുകൊണ്ട് ആകാശത്തെ 7 എണ്ണം ഒപ്പിക്കുന്നതിലുള്ള മണ്ടത്തരങ്ങൾ മുഴുവൻ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ലേഖനം എഴുതി ഈ പ്രചരണം നടത്തുന്ന മൈലെണ്ണ കച്ചവടക്കാർക്ക് മുഴുവൻ ഞാൻ അയച്ചു കൊടുത്തതാണ്. ഈ പറയുന്ന കേരള ഇസ്ലാമിക് മിഷൻ്റെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തതാണ്, നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തതാണ്, MM അക്ബറിൻ്റെ പേരിൽ അയച്ചു കൊടുത്തതാണ്, കമാൽ പാഷയുടെ പേരിൽ അയച്ചു കൊടുത്തതാണ്. പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് സ്റ്റാമ്പ് വാങ്ങി തപാലിൽ അയച്ചു കൊടുത്തിട്ട് ഇവർക്കൊക്കെ എത്തിച്ചു കൊടുത്താണ്. ഇതൊക്കെ ഇവർ വായിച്ചിട്ടുമുണ്ട്. വായിച്ചിട്ട് ഇവർ ഈ കള്ളപ്രചരണം നിർത്തിയോ? ഇല്ല. പിന്നെയും പതിറ്റാണ്ടുകൾ ഇവർ ഈ കള്ളപ്രചരണം തുടരുന്നത്. ഇത് തുടരുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് ഇവരുടെയൊക്കെ കള്ളത്തരത്തിൻ്റെ ആഴം മനസ്സിലായത്. കാരണം വിശ്വാസികളായിരുന്നുവെങ്കിൽ ഈ ഒരിക്കലും മനസാക്ഷിയുള്ള ഒരു വിശ്വാസി തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നുണ പറയില്ല. പക്ഷേ ഇവർ നുണ പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെ കബളിപ്പിക്കുകയാണെന്നും പറ്റിക്കുകയാണെന്നും പൈസ ഉണ്ടാക്കുകയാണെന്നും ഈ മതം വിറ്റ് കാശാക്കുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ കള്ളന്മാർക്കെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് സ്വന്തം മനസാക്ഷിയിൽ നിന്ന് തള്ളലും കുത്തലും ഉണ്ടായപ്പോഴാണ് ഞാനൊക്കെ യുക്തിവാദി എന്നും പറഞ്ഞ് ഇറങ്ങി വന്നിട്ട് ഇതിനൊക്കെ എതിരായിട്ട് ശക്തമായ രീതിയിൽ പ്രചരണം തുടങ്ങിയത്. അത് തുടങ്ങിയ കാലത്ത് ഇന്നത്തെ പോലെ ആളുകളുടെ ഇടയിലേക്ക് ഇത് എത്തിക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. നമ്മുടെ ഒന്നും ശബ്ദവും നമ്മുടെ ഒന്നും അക്ഷരങ്ങളും വിശ്വാസിയുടെ കണ്ണിൽ എത്താതിരിക്കാൻ ഒരുപാട് സൂത്രങ്ങളും ഇവരൊക്കെ പ്രയോഗിച്ചിരുന്നു. ഇന്ന് പക്ഷേ ഇവരുടെ ഒരു സൂത്രവും നടക്കാത്ത വിധത്തിൽ ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് കാണാനും കേൾക്കാനും വായിക്കാനും ലഭ്യമായതോടുകൂടി ഈ കള്ളക്കച്ചവടമൊക്കെ പൊളിഞ്ഞപ്പോൾ നാണം കെട്ടപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ്, എനിക്കിതിലൊന്നും താല്പര്യമില്ല, ഞാനിതൊന്നും കണ്ടിട്ടും കേട്ടിട്ടില്ല എന്ന്. ഇത് കള്ളത്തരമല്ലേ? ഇത് ഈ കള്ളക്കച്ചവടക്കാർ ചെയ്യുന്ന അതേ കള്ളത്തരത്തിൻ്റെ മറ്റൊരു രൂപമാണിത്. ഇതൊന്നും കണ്ടിട്ടും മിണ്ടാതിരിക്കുകയായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്? ഇത്തരം ഒരു മതത്തെ ഈ രീതിയിൽ നുണ പറഞ്ഞ് കച്ചവടം ചെയ്ത് കാശാക്കുകയും പാവപ്പെട്ട അന്ധവിശ്വാസികളുടെ അന്ധവിശ്വാസം വിറ്റ് കോടികൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഈ വയലൻസിനെ കണ്ടിട്ട്, ഈ അധാർമികതയെ കണ്ടിട്ട് തനിക്കൊന്നും തോന്നിയില്ല, ഞാനൊന്നും മിണ്ടിയില്ല എന്ന മട്ടിൽ നിഷ്കളങ്കനായിട്ട് ഇരിക്കുകയായിരുന്നോ ഇദ്ദേഹം? അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഇതേ സാധനം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പറയുന്ന കള്ളന്മാരുടെ എല്ലാ കള്ളത്തരവും ഒളിപ്പിച്ച് വെച്ചിട്ട് ഇദ്ദേഹവും ഇത് കച്ചവടം ചെയ്യാൻ ഇറങ്ങിയ ആളാണെന്നാണ് ഈ പോസ്റ്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് സൽമാൻ റുഷ്ദി ജീവന് വേണ്ടി പടയുന്ന ഈ സമയത്ത് സൽമാൻ റുഷ്ദിയുടെ പുസ്തകമാണ് വയലൻസ് എന്ന അസംബന്ധമൊക്കെ എഴുതി പിടിപ്പിക്കാൻ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഈ സമയത്ത് തയ്യാറായത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വൃത്തികെട്ട ജിഹാദി ഒളിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ടോമി സെബാസ്റ്റ്യൻ ട്രോൾ ചെയ്ത് ഇന്ന് നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ മതത്തിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യം നേരം വെളുത്തു തുടങ്ങിയ ആളുകൾക്ക്, വെയിലും വെളിച്ചം തട്ടി തുടങ്ങിയ ആളുകൾക്കൊക്കെ അപകർഷത ഉളവാക്കുന്നുണ്ട് എങ്കിൽ അതിലുള്ള ബേജാറ് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇവരെയൊക്കെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ടോമി സെബാസ്റ്റ്യൻ ഒരു വയലൻസും ചെയ്തിട്ടില്ല. കാരണം ഇത്തരം ട്രോളുകളിലൂടെ ആണ് കുറച്ചെങ്കിലും ഈ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളെയും കബളിപ്പിക്കലുകളെയും കച്ചവടങ്ങളെയും സമൂഹത്തിൽ തുറന്നു കാണിക്കാൻ കഴിയുക. അതാണ് ടോമി സെബാസ്റ്റ്യൻ ചെയ്തത്. അത് വയലൻസ് അല്ല. ടോമി സെബാസ്റ്റ്യനെ പോലുള്ള ആളുകൾ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ സമൂഹത്തോട് ചെയ്യേണ്ട ഏറ്റവും വലിയ ധാർമ്മികമായ ഒരു ചുമതലയാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സിന്ധാനി പ്രോജക്റ്റ് എന്ന തട്ടിപ്പിനെ കുറിച്ച് കേരളത്തിൽ ആർക്കെങ്കിലും വല്ലതും അറിയുമായിരുന്നു? കഴിഞ്ഞ വർഷം ഞാൻ അക്ബറുമായി നടത്തിയ സംവാദത്തിൽ ഞാൻ വിശദമായിട്ട് ആ കാര്യങ്ങൾ വിശദീകരിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ അത് കേൾക്കുകയും കാണുകയും ചെയ്തതിന് ശേഷമാണ് സിന്ധാനി എന്നും സിന്ധാനി പ്രോജക്റ്റ് എന്നൊക്കെ മലയാളികൾ കേട്ടു തുടങ്ങിയത്. അതിനു മുമ്പ് ആർക്കെങ്കിലും അറിയായിരുന്നോ? പക്ഷേ കീത്ത് മൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരുന്നു. മോറിസ് ബുക്കായി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരുന്നു. ഈ മോറിസ് ബുക്കായും കീത്ത് മൂറും ഒക്കെ ഇതിനകത്തെ ഇവർ വിലക്കെടുത്ത തട്ടിപ്പുകാരായിരുന്നു എന്ന് അറിയാവുന്നവരായിരുന്നു ഇവിടുത്തെ ഈ മൈലെണ്ണ കച്ചവടക്കാരൊക്കെ.
എന്നിട്ട് ഈ സിന്താനിയെ മറച്ചു വെച്ചുകൊണ്ട് ഇത് സിന്താനി നടത്തിയ തട്ടിപ്പാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് കീത്തുമുറി മോറിസുക്കായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ കള്ളം പ്രചരിപ്പിക്കുകയായിരുന്നു ഇവർ. ഭ്രൂണശാസ്ത്രമുണ്ട്, മറ്റേ ശാസ്ത്രമുണ്ട്, സമുദ്രശാസ്ത്രമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഖുറാനിലെ ഭൂമി ഉരുണ്ട് കിടക്കുകയാണ്, പരന്നിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് ഉരുട്ടിയിരുന്ന ആൾക്കാർ ഇപ്പോൾ പറയുന്നത് അത് ഉരുട്ടാതിരുന്നത് ഇനി എപ്പോഴെങ്കിലും ഉരുണ്ടതല്ലാതാവും എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ തരത്തിൽ ഉരുളുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ 19ൻ്റെ കണക്ക്, മറ്റേ കണക്ക്, ആ കണക്ക് എന്ന് പറഞ്ഞിട്ട് കണക്കിലെ കളികൾ പഠിപ്പിക്കാനാണ് ഖുറാൻ ഇറങ്ങിയത് എന്ന അസംബന്ധം ആദ്യമായിട്ട് ഇവിടെ കച്ചവടത്തിന് ഇറക്കിയത് ഈ സിന്താനി പ്രോജക്റ്റ് കണ്ട് അതൊരു ലാഭമുള്ള ബിസിനസ്സാണെന്ന് കണ്ടിട്ട് രംഗത്ത് വന്ന വേറെ കുറേ പെരുന്തട്ടിപ്പുകാരാണ്. റഷാദ് ഖലീഫ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരൻ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇറക്കിയതായിരുന്നു 19ൻ്റെ ഗണിത കണക്കുകൾ. ആ റഷാദ് ഖലീഫയെ പിന്നെ ഈ വിശ്വാസികൾ തന്നെ വെടിവെച്ച് കൊന്നു. അയാൾ അതിലും വലിയ തട്ടിപ്പ് കാണിച്ചപ്പോൾ അയാൾ ഞാൻ നബിയാണെന്ന് പറയാൻ തുടങ്ങി, സ്വന്തമായി പള്ളി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ഞാൻ പ്രവാചകനാണെന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ അവർ എന്നെ വെടിവെച്ച് കൊന്നു. വേറെ ഒരുത്തൻ ഹാറൂൻ യഹിയ എന്ന് പറയുന്ന ഒരുത്തൻ, അവനായിരുന്നു ഈ തട്ടിപ്പിലെ ഏറ്റവും വലിയ വേറൊരു തട്ടിപ്പുകാരൻ. ആ തട്ടിപ്പുകാരൻ ഇന്ന് ജയിലിൽ കിടക്കുക, 10,000 കൊല്ലത്തെ ജയിൽ ശിക്ഷ കിട്ടിയിട്ട് കിടക്കുകയാണ്. കാരണം അത്തരത്തിലുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങളടക്കം അദ്ദേഹത്തിൻ്റെ പേരിൽ തട്ടിപ്പിൻ്റെയും മറ്റു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്. കേരളത്തിലും ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായി വന്ന പലരും ഇതിൻ്റെ ഭാഗമായിട്ട് മതം മാറ്റപ്പെട്ട പലരും തട്ടിപ്പുകാരായി പിന്നീട് ജയിലിൽ പോയതും മറ്റും നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഈ മതത്തെ ഒരു ക്രിമിനൽ വൽക്കരിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കാനും പണം സമ്പാദിക്കാനും മറ്റു തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിനും ഒക്കെ ഈ മതത്തെ ദുരുപയോഗപ്പെടുത്തിയ ഈ മയിലെണ്ണ കച്ചവടക്കാർ മുഴുവൻ സ്വന്തം മുന്നിൽ കൂടെ കടന്ന് വിലസുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് കണ്ണും പൂട്ടി ഇരിക്കുകയായിരുന്നു, എനിക്കിതിലൊന്നും താല്പര്യമില്ലായിരുന്നു എന്ന് ഇന്ന് ഇവിടെ വന്ന് പറയണമെങ്കിൽ ടോമി സെബാസ്റ്റ്യൻ്റെ പോസ്റ്റിനെ കുറിച്ച് ഈ വൃത്തികേടുകളൊക്കെ എഴുതി വെച്ചതിന് ശേഷം അത് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നതെങ്കിൽ മുഹമ്മദ് ഷമീമെ, താങ്കളെപ്പോലുള്ളവരും ഈ മയിലെണ്ണ കച്ചവടത്തിൽ പങ്കാളികളാണ്. താങ്കളെപ്പോലുള്ളവരാണ് ഇവിടെ വയലൻസ് ഉണ്ടാക്കുന്നത്, ഇവിടെ മനുഷ്യരെ വഞ്ചിക്കുന്നത്, ആളുകളെ കബളിപ്പിക്കുന്നത്, പാവപ്പെട്ട അന്ധവിശ്വാസികളുടെ അന്ധവിശ്വാസം വിറ്റ് കാശാക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് തുറന്നു പറയേണ്ടി വന്നത് ഈ സൽമാൻ റുഷ്ദിയെക്കുറിച്ച് ഈ സമയത്ത് ഇത്തരം വൃത്തികെട്ട ഒരു കമൻറ്റ് താങ്കൾ ഈ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ്. അതല്ലായിരുന്നു എങ്കിൽ മറ്റു വിഷയങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഞാനൊരിക്കലും ഇതിൽ പ്രതികരിക്കുമായിരുന്നില്ല. ഏതൊരു മൗദൂദിയും പുറത്ത് കാണിക്കുന്ന ഈ പുരോഗമന മുഖമൊക്കെ വെറും കാപഢ്യമാണെന്നും അവസരം കിട്ടിയാൽ ഉള്ളിലുള്ള മൗദൂദി ജിഹാദിസ്റ്റ് നീലക്കുറുക്കൻ ഓരിയിട്ടതുപോലെ ഓരിയിടും എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് മുഹമ്മദ് ഷമീമിൻ്റെ ഈ ഓരിയിടൽ.